പറയാമെന്ന് നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് 2018 ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഷം ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ്, നല്ല പേടി. കാരണം ജീവനെ പേടിയാണ്. ഞാൻ വരെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു പേടിയാണ് അല്ലേ. കാരണം നമുക്ക് എന്ത് സംഭവിക്കും. ഇപ്പൊ വണ്ടി പോകണം, ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ എപ്പോഴും ട്രാവൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എതിരിലൊരു വണ്ടി വന്ന് തട്ടിയാൽ നമ്മൾ തീരും. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഷിഹാബ് വളരെ വിശദമായിട്ട് അത് പറയും. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പറഞ്ഞതിന്റെ പേരിൽ ഷിഹാബിന് നേരെ ഒരു ചെറിയ വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയാൽ, കാരണമില്ലാതെ നിങ്ങൾ തോന്നിവാസത്തിന്റെ പേരിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കും. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. കാരണം പൊതുജനം കൈകാര്യം ചെയ്യും. നിങ്ങളുടെ കപടമുഖം ജനങ്ങൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. കാരണം നിങ്ങൾ ഡിസാബിലിറ്റിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ. ചങ്ങായിമാരെ, ഇന്ന് രാവിലെ മുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ചാനലുകളിലും കാണാൻ പറ്റിയ ഒരു വിഷയമായിരുന്നു നമ്മുടെ ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ. അദ്ദേഹത്തിനെതിരെയുള്ള CP ഷിഹാബിന്റെ വെളിപ്പെടുത്തലുകളാണ്. ഈ CP ഷിഹാബിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഒട്ടുമിക്ക ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. തന്നിലെ കുറവുകളെ കഴിവുകളാക്കി മാറ്റിയ ഒരു വ്യക്തി തന്നെയാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പറയുന്ന ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, വർക്ക് ചെയ്തിരുന്നു. അതും ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് അങ്ങോട്ട് ക്ഷണിക്കുകയും പിന്നീട് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു തരുന്നതുമായ കുറെ വിഷയങ്ങൾ അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് സപ്പോർട്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുമുള്ളതും ഗോപിനാഥ് മുതുകാട് പെർഫെക്റ്റ് ആയിരുന്നു, പക്ക മനുഷ്യരാണ്. ആദ്യമൊക്കെ ഒരു മജീഷ്യൻ എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു തവണ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നേരിട്ട് കാണാനുള്ള വിധി ഉണ്ടായിട്ടുണ്ട്, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരുപാട് സേവനങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഞാൻ അറിയാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കണ്ടേക്കുന്ന കാര്യങ്ങളും അദ്ദേഹം വായിച്ചറിഞ്ഞങ്ങളും കണ്ടറിഞ്ഞങ്ങളും വലിയ വലിയ ചരിത്ര പുരുഷന്മാരെ കുറിച്ചും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെയും കോട്ട് ചെയ്തിട്ടൊക്കെ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ അയാൾ വലിയൊരു ഗ്രേറ്റ് മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ കുറേ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ വരുന്ന ആരോപണങ്ങളൊക്കെ. ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ആ ആരോപണങ്ങൾക്ക് വിധേയമായ കുട്ടികളും മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് മൂന്നാമത്തെ വ്യക്തി പറയുന്നതാണ്. അതിലെന്തൊക്കെ സത്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും നമ്മൾ ആരാധിക്കുന്നതുമായ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ ഇത്രയും മോശമായ രീതിയിൽ പറയുന്ന ഒരു മൂന്നാമത്തെ വ്യക്തി ആയതുകൊണ്ടും പിന്നെ അദ്ദേഹം തന്നെ ചാനലിൽ വന്നിട്ട് എന്താണ് സത്യാവസ്ഥ കാര്യങ്ങൾ, തൻ്റെ എന്ത് വേണമെങ്കിലും തൻ്റെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാം, എല്ലാം അവിടെ എല്ലാം ഫയലിഡാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും വിശ്വസിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്ന CP ഷിഹാബ് വന്ന് പറയുന്നത്. കാരണം CP ഷിഹാബിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വിശ്വാസമുണ്ട്, രണ്ടുപേരും നമുക്ക് ഇഷ്ടമാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് CP ഷിഹാബിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ മകളോട് ബന്ധപ്പെട്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളും വന്നിട്ട് അദ്ദേഹം വന്ന് വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടാണ്. അദ്ദേഹം എല്ലാത്തിനോട് നല്ല കൂളായിട്ട് കോമൺ ആയിട്ട് ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നു. ഒരു 5 വർഷമായിട്ട് തന്നെ തൻ്റെ ഉള്ളിലുള്ള സത്യങ്ങൾ, താൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും പുറത്ത് പറയാതെ തൻ്റെ ജീവനെ പോലും ഭയന്നിട്ടാണ്. കാരണം താൻ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് മുന്നേ നിൽക്കുന്ന, തനിക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തരാണ്, തനിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്ന ലെവലിൽ പേടിച്ചിട്ടാണ് ഇന്നേവരെ അദ്ദേഹം പലതും മറച്ചു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഇന്ന് ഈ പറയുന്ന പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റും ഖാദർ കരിപ്പൊടിയും ഉള്ള ഒരു സമയത്ത്, അതല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് കാറിൽ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വലിച്ചു നീട്ടിയൊന്നും സംസാരിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ ഈ പറയുന്ന ചിത്ര CR ലേഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം മുഴുവൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിന് എതിരാണ്. കാരണം അതിനുള്ള വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റിന് കിട്ടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയേണ്ട അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും CP ഷിഹാബിൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും വീഡിയോ മൊത്തമായി കാണുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെ കണ്ടു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പറയുന്നു, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കൂടി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇത്ര നാളും ഒരാളെ വിശ്വസിച്ചിരുന്നു, അയാളുടെ വിശ്വാസത്തിൽ അയാൾക്കെതിരെ വന്ന ഒരു ആരോപണങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരാൾ തന്നെ അയാളുടെ അനുഭവത്തിൽ അയാളുടെ ക്കേണ്ടി വന്ന കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അതിൻ്റെതായ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെളിവുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കില്ല. എന്നിരുന്നാലും CP ഷിഹാബ് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ലൈറ്റായിട്ട് പറയാം, കാരണം എന്താണെങ്കിലും ഇത് ന്യൂസിലും കാര്യത്തിലൊക്കെ വരും. ഇത് ഞാൻ 2017 മുതുകാട് സാറുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 5 ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടയർഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് 5-6 പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ
നിരവധി ആളുകൾ വന്ന് കാണുന്നു. അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളോടൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മുതുകാട് സാറെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നെന്ന് മനസ്സിലായത്, ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ, എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം. സ്വാഭാവികമായിട്ട് അറിയാം, നമ്മൾ കാലങ്ങളില്ലാതെ നടന്നു വരുമ്പോൾ കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൽ നടന്നു വന്ന് നമ്മൾ വീൽ ചെയറിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ആദ്യ കഥ എന്നോട് പറഞ്ഞു അതൊരു ഭയങ്കര പോസിറ്റീവായിരിക്കും, ഷിഹാബിന് ഭയങ്കര ഒരു ആളുകൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിങ്ങനെ മുമ്പ് ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾ. അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് സെന്റിമെന്റൽ ആയിട്ട് കാശ് കൊടുക്കണം ഇയാൾക്ക്. ഇതായിരുന്നു ഉദ്ദേശം. നമുക്ക് കുറച്ചൊരു 5-6 മാസം കഴിയുമ്പോൾ മനസ്സിലായി. പിന്നെ അതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം വന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഈ കുട്ടികൾ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ പറയും ഫുഡ് വേണം, ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് അവർ പറയാം പാരൻസിനോട്. അപ്പോൾ പാരൻസ് നമ്മോട് പറയും, എനിക്ക് ബാക്കി കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും, അതുകൊണ്ട് നിങ്ങളിത് പറയണം. ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന് സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിന്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചുള്ളത് അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ 3 മണിക്കാവുന്ന സമയത്തും 2:30 ആവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ബാബ എന്ന് അവർ വിളിക്കാം, ബാബ ഇത് പറയണം. അങ്ങനെ മുതുകാട് സാറോടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്നോട് പറഞ്ഞത്, നീ കുട്ടികളുടെ പിതാവാവാൻ നോക്കണ്ട, നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നമല്ല, അമ്മമാർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് പറയും. അപ്പോൾ അമ്മമാരെ നേരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു എന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത്. ഷിഹാബിനോടല്ല പറയേണ്ടത്, എന്നോടാണ്, ഐ മീൻ മുതുകാട് സാറിനോടാണ്. മുതുകാട് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങാം, നിങ്ങൾ ആരും കാണിട്ടല്ല ഞാൻ തുടങ്ങിയേക്കുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ 100 കുട്ടികൾ എന്റെ ഔദാര്യത്തിലാണ്. കേട്ടില്ലേ, ഇതിൽ ഷിഹാബ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അമ്മമാരും പറഞ്ഞിരിക്കുന്നത്. ഷിഹാബ് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഷിഹാബ് ഒരു മന്ത്രിമാരൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഷിഹാബ് കയറി ചെല്ലുന്ന സമയത്ത് വീൽ ചെയർ ഉണ്ടായിട്ടും നടന്നു വരണം. കാരണം തന്നിലുള്ള വൈകല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കാണിച്ചിട്ട് ആ വൈകല്യങ്ങളെ മുതലെടുത്തിട്ട് അതുമൂലം പണം ഉണ്ടാക്കുക, സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിന് ഉള്ളതെന്നാണ് ഷിഹാബ് ആദ്യം പറയുന്നത്. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന വൈകല്യങ്ങളായാലും ഈ പറയുന്ന ഓട്ടിസം ഒക്കെ ബാധിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർ ചെറിയ രീതിയിൽ വൈലൻ്റ് ഒക്കെ ആവും. ശരിയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഈ 5 കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഷിഹാബായിരുന്നു. അവർക്ക് കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഈ ഗസ്റ്റുകൾ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാതിരിക്കുകയും മാറ്റി നിർത്തുകയും പിന്നീട് കുട്ടികൾ ചെല്ലുന്ന സമയത്ത് ആ പറയുന്ന ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവർ മുന്നിൽ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഷിഹാബ് അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ഷിഹാബ് എതിർക്കുന്നതിനോട് തുടർന്ന് ഷിഹാബിനോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നു. ഷിഹാബിനെ അതേപോലെ തന്നെ ഓഫീസിൽ വിളിച്ചിട്ട് കുറേ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീടാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വന്നിട്ട് ഷിഹാബിനോട്, ബാബ എന്ന് വിളിക്കുന്ന ഷിഹാബിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണ് ഈ ബാബ എന്ന് വിളിച്ചിട്ട് ആ ഷിഹാബിനോട് തനിക്ക് ഉത്തരവാദിത്തമുള്ളതാണ് താങ്കൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞപ്പോഴും ഷിഹാബ് പറഞ്ഞത്രേ, നിങ്ങളത് ഉത്തരവാദിത്തമുള്ളത് നിങ്ങൾ തന്നെ വന്ന് ചെന്ന് പറയണം, എനിക്കിതിന് പറയാൻ പറ്റില്ല. കാരണം 1 വർഷത്തെ എഗ്രിമെന്റിലാണ് ഷിഹാബ് കയറി ചെല്ലുന്നത്. അതിന് മുമ്പ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായി ഇറങ്ങി പോവുകയൊക്കെ ചെയ്ത് തന്നെ ഷിഹാബിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഷിഹാബ് അത് പറയുകയും പിന്നീട് ഷിഹാബിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മമാർ പറഞ്ഞാണ് ഷിഹാബ് ഗോപിനാഥ് മുതുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നീ അവരുടെ അച്ഛനാവാൻ നിൽക്കണ്ട എന്ന ലെവലിലാണ് ഷിഹാബിനോട് മോശമായ രീതിയിൽ പെരുമാറുകയും തുടർന്ന് ഈ മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരെയും മോശമായ രീതിയിൽ ചവിട്ട് ചെയ്യുകയും പിന്നെ വളരെ പണത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും താഴെ നിൽക്കുന്ന മാതാപിതാക്കളാകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയിക്കോ, നിങ്ങൾ മക്കളൊക്കെ വിളിച്ചും പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല. സ്വന്തം മക്കൾക്ക് വേണ്ടി അവരിതൊക്കെ സഹിച്ച് പിന്നെ അവിടെ നിന്നു എന്നാണ് ഷിഹാബ് പറയുന്നത്. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഷിഹാബിനെ കേട്ട് വിദേശത്ത് കുവൈറ്റിൽ നിന്നെന്തോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ പോയി പ്രോഗ്രാമിൽ നിന്നും അവർ ഷിഹാബിന് വിളിച്ചിട്ട് ഷിഹാബിനെ ആ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചതിന് കൊടുത്തൊരു പണം പോലും ഇത് ആവശ്യപ്പെടുകയും, അതായത് ഗോപിനാഥ് മുതുകാട് ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ മാജിക് പ്ലാനറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഷിഹാബിനെ അടച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ കാരണങ്ങൾ ഷിഹാബ് പറയുന്നുണ്ട്, എന്താണ് അതിനുള്ള കാരണമെന്ന്. പിന്നെ ഷിഹാബിൻ്റെ ആ പ്രോഗ്രാമും അല്ലെ പ്രകടനമൊക്കെ കണ്ടിട്ട് അവിടെ സ്നേഹത്തോടെ ആൾക്കാർ 10, 20, 30 ഒക്കെ ആയിട്ട് കൊടുത്തത് അതടക്കം ഈ പറയുന്ന ഗോപിനാഥ് മുതുകാട് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. സ്ഥാനത്തിൽ ഞാൻ പോയിരുന്നതിന് കുറച്ച് മുമ്പ് ഒരു ടീച്ചർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂപ്പയുടെ കൂടെ ഗൾഫിലേക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി. കാരണം എന്താ അറിയാം, ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹത്തോട് പറഞ്ഞത്, ഷിഹാബി കാശ് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ
ഇൻകം ടാക്സ് പിടിക്കും. അപ്പം വെറും 2 ലക്ഷം രൂപയേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ തന്ന പൈസയാണ്, മുതുകാട് സാർ സ്നേഹം കൊണ്ട് തന്ന പൈസയാണ്. അപ്പോൾ അത് മൂപ്പര് പറഞ്ഞത് അത് മാജിക് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്ത് അത് നാട്ടിലെത്തിയിട്ട് ഷിഹാബിന് തിരിച്ചു തരാന്നുള്ളത്. അതിന്റെ ഒരു ലോജിക്കിൽ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. ഞാൻ കുഴപ്പമില്ല സാർ, ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി കാണാം. എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 ലക്ഷം രൂപ നാട്ടിലത്തെ പൈസ നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നോളൂ. കാരണം പേയ്മെന്റ് അല്ലേ പ്രോഗ്രാം. നാളെ അത് മാജിക് അക്കാഡമി വഴി ഷിഹാബിന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് മുതുകാട് തന്ന പൈസ അതായിരിക്കും. ആ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. അപ്പം ഞാൻ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തിയിട്ടൊക്കെ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് നമ്മൾ പെരുമാറാം. എയർപോർട്ടിലേക്ക് സുഖമായിട്ട് കൊണ്ട് അതേ എന്നോട് പറഞ്ഞ കാര്യം അതെന്താ അറിയോ, അതേ പറഞ്ഞ പറയുന്ന ദിലീപ് ആണെങ്കിലും ഇപ്പോൾ മമ്മൂക്കി ആണെങ്കിലൊക്കെ ഭയങ്കര ചെക്ക് ചെയ്യും അത്രേ. പക്ഷേ മുതുകാട് സാറ് എയർപോർട്ടിലൊന്നും അങ്ങനെ ഭയങ്കര ചെക്കിങ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന്റെ ഒരു അത് എത്രത്തോളം പോസിബിൾ എനിക്കറിയില്ല. ദിലീപ്, മമ്മൂട്ടി, മോഹൻലാലിനൊന്നും കിട്ടാത്ത പ്രയോറിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് മുതുകാട്. അങ്ങനെയാണ് സമൂഹത്തിൽ എന്റെ വാല്യൂ അത് ഷിഹാബിന് അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു ശത്രുവിനോടെന്താ പറയാ, അദ്ദേഹത്തിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെറുപ്പിച്ചിട്ട് പിന്നെ നമ്മളോട് പോവാൻ തോന്നലുണ്ടാക്കും. ആളുകളുടെ മുന്നിൽ തോളത്ത് കൈയിടും, ഇല്ലാതെ തട്ടി. അതെ അതെ, അത് ഉറപ്പാണ്. ഇപ്പൊ ക്യാമറ കാണുന്ന സമയത്ത് ഇപ്പോൾ എന്നെ തന്നെ എത്രയോ പ്രാവശ്യം ചേർത്ത് പിടിക്കുകയും ക്യാമറ മാറുമ്പോൾ അതാ ശരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയോട് നീക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് മടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു 2 മാസം കൂടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. ഏകദേശം 1 വർഷമാകുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഞാൻ പോവുകയാണ്, എനിക്ക് മടുത്ത സാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറെ പ്രോഗ്രാം ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ പൊക്കോ. പക്ഷേ അവിടെ 2 കാര്യങ്ങളാണ് ഇതിൽ ഷിയാബ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ഈ പണത്തിന്റെ കാര്യം. അതെന്തുകൊണ്ടാണ് ഷിയാബിനോട് 2 ലക്ഷം നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എയർപോർട്ടിൽ, അതുകൊണ്ട് നീ ഈ മാജിക് പ്ലാനിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക, അതിനുശേഷം നീ നാട്ടിൽ വന്നതിനും അതിന് അയച്ചു തരാമെന്ന് പറഞ്ഞതിന് കാരണം കൂടി ഷിയാബ് മറ്റേ ഈ പറയുന്ന പ്രസ് മീറ്റിൽ ഷിയാബ് പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിനുശേഷം ഷിയാബിന്റെ കല്യാണമാണ് വരുന്നത്. കല്യാണത്തിന്റെ സമയത്ത് ഈ പറയുന്ന മാജിക് പ്ലാനിന്റെ അക്കൗണ്ടിൽ നിന്ന് ഷിയാബിന് 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അത് മാജിക് പ്ലാനിൽ നിന്ന് ഷിയാബിന് കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ടല്ല സഹായമായിട്ടൊക്കെ അവരത് ഒരു തെളിവായിട്ട് മാറ്റുകയും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വരുത്തുകയും ചെയ്യും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഷിയാബ് സത്യം പറഞ്ഞാൽ അത് കൊടുക്കാതെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഷിയാബിനോട് ഈ പറയുന്ന വൈരാഗ്യവും ദേഷ്യമൊക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അങ്ങനെ കൂടി ഷിയാബ് അതിൽ പറയുന്നുണ്ട്. പിന്നെ തുടർന്ന് കുറേ സംഭവങ്ങൾ ഷിയാബിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഷിയാബ് അവിടെ നിന്ന് നിർത്തി പോവുകയാണെന്ന് പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ നിർത്തി പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷിയാബിനോട് എന്നാൽ നീ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണവിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അത് പറയാതെ കുറേ തള്ളി നീക്കി, പിന്നീട് അതിന് എതിരെ കുറേ കള്ളങ്ങൾ പറഞ്ഞ്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഷിയാബിന് മോശമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ട്. പിന്നീട് ഷിയാബിൻ്റെ വാപ്പ അതിൽ ഇടപെട്ടിരുന്നു. വാപ്പ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനോട് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൻ്റെ ഇടയിൽ ഷിയാബിനെ ഭീഷണിപ്പെടുത്തിയതും അല്ലെങ്കിൽ വാപ്പാനോട് ഒരു ഭീഷണിയായ രീതിയിൽ സംസാരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഷിയാബ് ഈ പറയുന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ പ്രസ് മീറ്റ് കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ. നമ്മളുടെ മനസ്സിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഒരു വലിയൊരു സ്ഥാനത്തുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തി, മറ്റൊന്ന് വെച്ചാൽ ഒരുപാട് തളർന്നിരിക്കുന്ന, എന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും, മുന്നോട്ട് എങ്ങനെ ചെയ്യും, തോറ്റുപോയി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു പ്രചോദനമായ രീതിയിലുള്ള മോട്ടിവേഷൻ സ്പീക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ പല നിലയിലാണ് അദ്ദേഹത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്നത്. ആ റെസ്പെക്ട് ചെയ്തിരുന്ന വ്യക്തിയെ എന്ന നിലയിൽ തന്നെ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് നേരെ വന്ന ആരോപണങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല. പല അമ്മമാരും തന്റെ മക്കൾക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ഇന്ന് അത് നേരിട്ട് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് 5 കുട്ടികൾക്ക് ഒരുമിച്ചായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 20 കുട്ടികളെ കൂടി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് 25 കുട്ടികളാണെന്നുള്ള ലെവലിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറഞ്ഞതും അതിന് അദ്ദേഹം തടസ്സപ്പെടുത്തിയതും, അല്ലെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല, അത് നടക്കൂല എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഷിയാബ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷിയാബ് കണ്ണടക്കുകയാണെങ്കിൽ ഷിയാബിന് നല്ല രീതിയിൽ പണവും കാര്യങ്ങളും പ്രശസ്തി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഷിയാബിന്റെ വാപ്പ പറഞ്ഞ ഒരു ഡയലോഗും കൂടി ഷിയാബ് അതിൽ പറയുന്നുണ്ട്. പട്ടിണി കിടന്നില്ല റോട്ടിൽ തെണ്ടി ജീവിച്ചാലും ഇതുപോലെയുള്ള പണം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ആ വാപ്പാക്ക് കൊടുക്കണം ഒരു സല്യൂട്ട്. കാരണം മകനെ കൈവിട്ടില്ല, മകനോട് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയി പണം ഉണ്ടാക്കുക നീ എന്ന് പറഞ്ഞില്ല, മകന് കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, മകനെ മറ്റുള്ളവരെ പോലെ ഈ വൈകല്യമുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് തള്ളി നീക്കാതെ. എന്ന് പലവരെയും കുടുംബത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത് വൈകല്യമുള്ളവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ പരമാവധി ആ കുട്ടികളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് നിർത്തുകയോ അതല്ലെങ്കിൽ അതുമൂലം ആ കുട്ടികളെ പല രീതിയിലും ചൂഷണം ചെയ്യുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുള്ള കാലത്താണ് ഇതുപോലെ ഒരു ചെറിയൊരു വൈകല്യം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, വൈകല്യത്തെ പോലും കഴിവാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ടുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് താങ്ങും തണലായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫ് നല്ല ബ്യൂട്ടിഫുൾ ആയി പോകുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനമുണ്ട്, കൂടെ അദ്ദേഹത്തിന് താങ്ങാൻ നിന്ന കുടുംബമുണ്ട്. പിന്നെ ഇന്ന് ഇത്ര നാളും അദ്ദേഹം പേടിച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ അദ്ദേഹം സൈലന്റ് ആയിട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ന് അതേപോലെ അനുഭവങ്ങളുണ്ടായ മാതാപിതാക്കൾ വന്ന് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു 5-6 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയാതിരുന്നു. ഇന്നും അതുകൊണ്ട് തന്നെ അത്രയും കുട്ടികൾ അനുഭവിച്ച് വരേണ്ടി വന്നു. ഷിയാബ് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് 1-2 കുട്ടികളെങ്കിലും രക്ഷപ്പെട്ടാനെ, അല്ലെങ്കിൽ ഇത്രത്തോളം അനുഭവം ഇല്ലാതിരുന്നാനെ.
ഇത്ര നാളും പേടിച്ച് താങ്കൾ മറിഞ്ഞു നിന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരുപാട് കുട്ടികൾ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇന്ന് ആ മാതാപിതാക്കൾ ഇന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പേ ഈ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാൽ, ഈ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടാൽ, കൃത്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ, അപ്പം ചില കാര്യങ്ങൾ വൈകിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ പേടി കൊണ്ടായിരിക്കാം, ഭയമായിരിക്കാം, ഇന്ന് ഇദ്ദേഹം കാണിക്കുന്ന എന്ന് വെച്ചാൽ ഇന്ന് ഷിഹാബ് കാണിക്കുന്ന ഈ ധൈര്യം അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇതിലുമേറെ ഗുണങ്ങളുണ്ടായേനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറ്റം പറയുന്നില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രം. ബൈ.